ഇന്നൊരു സംഭവം ഉണ്ടായി. സംഭവം ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു പയ്യൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ച് അവൻ്റെ ഡീല് നമ്മളെ കമ്പനി ത്രൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ തരും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ ആ കമ്പനി ഇട്ടാൽ പോരെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ വാറ് വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം, പിന്നെ അതുപോലെ തന്നെ ആ കമ്പനിയിൽ നിന്നാൽ ചെറിയ കമ്മീഷനേ കിട്ടുള്ളൂ, അതായത് 50%. ഇപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്ക് പറയുന്നത്, ഓരോ കമ്പനിയിലും ഒരു ഏജന്റ് നിൽക്കുന്നത് 50% അല്ലെങ്കിൽ 60% ആ രീതിയിലായിരിക്കും, ബാക്കി കമ്പനിക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പലരും ചിന്തിക്കും എന്തിനാണ് കമ്പനിക്ക് ഇത്രയും പെർസെൻറ്റേജ് പോകുന്നത്, 40% അല്ലെങ്കിൽ ഇത്രയും പെർസെൻറ്റേജ് 50% എന്തിനാണ് കമ്പനിക്ക് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. കമ്പനി ഓൾറെഡി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെൻറ്റ് കൊടുക്കണം, കമ്പനിക്ക് അഡ്മിൻ ടീമിന് സാലറി കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ലീഡ്സിന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതെല്ലാം ഈ ഏജൻസിൽ നിന്ന് വരുന്ന ഈ പൈസ കൊണ്ടായിരിക്കും. അപ്പം അതുപോലെ തന്നെ ടീം ലീഡറിന് സാലറി കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്ന് ചെയ്ത് വയ്ക്കുന്നത് ഈ ഏജൻസിയിൽ നിന്ന് കിട്ടുന്ന ഇത് കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടില്ല. എൻ്റെ മുമ്പിൽ ഡീല് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും കമ്പനി ചെന്ന് 80% കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഓൺ കമ്പനിയിലൂടെ നിങ്ങൾ ചീറ്റിംഗാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ആരും വരാൻ വേണ്ട. എൻ്റെ അടുത്ത് ഞാൻ ചെയ്യേയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ചെയ്തിട്ടുള്ളത് അവർക്ക് കമ്പനി ഇല്ലായിരുന്നപ്പോഴത്തേക്കുള്ള സപ്പോർട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ നിങ്ങൾ കമ്പനി തുടങ്ങാൻ പോകുന്നു എന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കമ്പനിയായിട്ടൊരു ബന്ധമില്ലാത്ത ഡീലാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഒരു അണ്ണത്തിക്കലായിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ഓക്കെ.